എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ കുടുംബശ്രീ ശാരദലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ ലേലത്തിൽ രോഹിത് വീട് സ്വന്തമാക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വിഷ്ണു വന്ന് നമ്മുടെ സുബൈറക്കാരൻ രക്ഷിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇവരിവിടെ ലേലം വിളി തുടങ്ങി. അങ്ങനെ സുബൈറക്കാരനെ രക്ഷിച്ചുകൊണ്ട് ലാസ്റ്റ് 3-ാം തരം എന്ന് പറയുമ്പോൾ തന്നെ അവരെത്തുന്നുണ്ട്. പക്ഷെ അന്നേരം തന്നെ കളക്ടർ അത് ഉറപ്പിക്കുകയാണ്. അങ്ങനെ വീട് രോഹിത് സ്വന്തമാക്കുകയാണ്. അങ്ങനെ രോഹിത്തിന് കിട്ടിയ സന്തോഷത്തിൽ അവിടെ ഭയങ്കര ആഹ്ലാദം നടക്കാൻ പോവുകയാണല്ലോ. അപ്പം വിഷ്ണു വന്ന് വിഷ്ണുവിനെ എല്ലാവരും കളിയാക്കുന്നുണ്ട്. വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരും ഉറപ്പായിട്ടും. ഇനി എനിക്ക് എല്ലാ എന്ത് പറഞ്ഞാലും ഞാൻ എന്തായാലും തിരിച്ചു വരും, നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞ എല്ലാത്തിനെയും ഒരു പേടിപ്പിച്ച് നിർത്തിയിട്ട് തന്നെയാണ് വിഷ്ണു തൻ്റെ ഇടത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ നഷ്ടമുണ്ട്, വിഷമമുണ്ട്, എങ്കിലും താൻ തിരിച്ചു വരും അല്ലെങ്കിൽ തിരിച്ചെടുക്കും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്തും എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യുന്നു. അങ്ങനെ രോഹിത്ത് സുസ്മിതയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ സുസ്മിത മദ്യം കൊടുക്കുന്നു, രോഹിത്ത് കഴിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മുടെ രോഹിത്ത് ശ്യാമയെ വിളിക്കുന്നുണ്ട്, ശ്യാമയെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നു അതിന് സുസ്മിത സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു അതൊക്കെ സാരമില്ല, നിന്നെ എനിക്കൊന്ന് കാണണം, ഞാൻ നമ്മുടെ വീടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ നാളത്തെ എപ്പിസോഡിലായിരിക്കും അത് ശ്യാമയെ കാണാൻ പോകുന്നതും ഒക്കെ. അങ്ങനെ അവരോട് പറഞ്ഞതിന് ശേഷം അമ്മ വന്ന് കേക്ക് കട്ട് ചെയ്യുന്നു. അങ്ങനെ ചന്ദ്രബോസും നമ്മുടെ ഉമേന്ദ്രനും സുസ്മിത എല്ലാം കൂടി വീണ്ടും സത്യഭാമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. കാരണം രോഹിത്തിനെ വെച്ച് കളിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ സുസ്മിത പറയുന്നുണ്ട്, ഇനി നമ്മൾക്ക് കുറേ ബിസിനസ്സുകൾ ചെയ്യണം, അതെന്താണെന്നൊന്നും നീ അറിയണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളും, നീ അതിൻ്റെ തലപ്പത്തിരുന്ന് തന്നാൽ മതി എന്ന് മാത്രം അങ്ങ് പറയുകയാണ്. പക്ഷേ അങ്ങനെ രോഹിത്തിനെ വീണ്ടും ഇവർ കുടിപ്പിച്ച് ഒരു വഴിയിൽ പെരുവഴിയിലാക്കുക എന്ന് പറയില്ല, അതുപോലെ ആക്കുകയാണ്. അപ്പോൾ പിന്നീട് ശാലിനി അറിയുന്നു ഇത് രോഹിത്തിന് കിട്ടി എന്നൊക്കെ അറിയുന്നു. അങ്ങനെ ശാലിനിയുടെ തിരിച്ചു വരവുണ്ട്. ശാലിനി തിരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ടും, കാരണം ഒരു ലേലത്തൊക്കെ ഉണ്ട് ഒരു വീടിന്, അതിന് മുകളിലേക്ക് വരുമ്പോൾ അത് പ്രശ്നമാവും. അത് വെച്ച് നമ്മുടെ ശാലിനി നന്നായിട്ട് മറ്റേ കലക്ടറെ അലക്കുന്നുണ്ട്. അങ്ങനെ മിക്കവാറും വീണ്ടും ലേലം വയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് സാധാരണ ഉണ്ടാകാറ്. പിന്നീട് നമ്മുടെ ശ്യാമയെ കാണാൻ രോഹിത്ത് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് വിഷ്ണുവിന് വീണ്ടും ഒരു എതിരാളി കൂടി വരികയാണ്. നമ്മുടെ നൂറിനെയും കൊണ്ട് ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു വഴിയിൽ നിന്നിട്ട് കാറ് വന്ന് നിർത്തിയാണ്. ആ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിയാണ്. അത് തോന്നുന്നു നൂറിനെ കെട്ടാനിരിക്കുന്ന പയ്യനാണെന്ന് തോന്നുന്നു. അപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു വിഷ്ണുവിൻ്റെ പുറകിലിരുന്ന്. അങ്ങനെ അവിടെ കിടന്ന് വഴക്കും പ്രശ്നങ്ങളൊക്കെ ആവുന്നു. അങ്ങനെ ചിലപ്പം നൂറിൻ്റെ കല്യാണം മുടങ്ങുന്നുണ്ടോ ഇതൊന്നും അറിയത്തില്ല. അങ്ങനെ വീണ്ടും നമ്മുടെ വിഷ്ണുവിന് ഒരു ശത്രു കൂടി വരികയാണ്. അങ്ങനെയൊക്കെയാണ് എപ്പിസോഡ് കടന്നു പോകുന്നത്. അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.